നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നല്ല വായനയിലൂടെ ഉണ്ടാകുന്ന സംസ്കാരത്തിന് സമൂഹത്തിലെ അന്ധകാരത്തെ അകറ്റാൻ കഴിയുമെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ കെ സുധീർ. സമൂഹത്തിൽ മാറ്റമുണ്ടായിട്ടുള്ളത് വായനയും അതുവഴി ഉണ്ടായ സംസ്കാരവുമാണെന്നും കെ സുധീർ. എഴുത്തുകാരിലും വായനയിലും ആസ്വാദകരിലും കാലത്തിന്റെ മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിലും എഴുത്തിന്റെ ലോകത്തിലെ പൂർവിക സിംഹാസനങ്ങൾക്ക് ഇളക്കം തട്ടിയിട്ടില്ലെന്നും ജില്ലാ കളക്ടർ. വള്ളത്തോൾ ഗ്രാമപഞ്ചായത്തിൽ 3 വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമെന്നും അധികൃതർ. പ്രതിരോധ നടപടികളും നിരീക്ഷണവും ശക്തമാക്കി ആരോഗ്യവകുപ്പ്. ഫിഫ വേൾഡ് കപ്പ് വേളയിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയ KSEBയുടെ നടപടിക്കെതിരെ പാലക്കാട് DYFIയുടെ നേതൃത്വത്തിൽ KSEB ഓഫീസിനു മുന്നിൽ പന്ത് തട്ടി പ്രതിഷേധം. അപ്രഖ്യാപിത പവർ കട്ടിനെതിരെ പത്തിരിപ്പാലയിലും DYFI പ്രതിഷേധം. വാർത്തകൾ വിശദമായി. നല്ല വായനയിലൂടെ ഉണ്ടാകുന്ന സംസ്കാരത്തിന് സമൂഹത്തിലെ അന്ധകാരത്തെ അകറ്റാൻ കഴിയുമെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ കെ സുധീർ പറഞ്ഞു. സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കിയിട്ടുള്ളത് വായനയും അതുവഴിയുണ്ടായ സംസ്കാരവുമാണ്. എഴുത്തുകാരിലും വായനയിലും ആസ്വാദകരിലും കാലത്തിന്റെ മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിലും എഴുത്തിന്റെ ലോകത്തിലെ പൂർവിക സിംഹാസനങ്ങൾക്ക് ഇളക്കം തട്ടിയിട്ടില്ലെന്നും കളക്ടർ പറഞ്ഞു. വായനാ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ കേരളം ഇന്ന് ആർജിച്ചിട്ടുള്ള ഏറ്റവും ലിറ്ററേറ്റ് സ്റ്റേറ്റ് എന്നുള്ള ഒരു ഏറ്റവും ലിറ്ററേറ്റ് സാക്ഷരതയുള്ള സംസ്ഥാനമായിട്ട് കേരളം മാറാനുള്ള നമ്മളെ സഹായിക്കും. എങ്ങനെയാണ് ബുദ്ധി വികസിക്കുന്നത്? കൊച്ചു കുട്ടുകാരോട് എൻ്റെ അഭ്യർത്ഥന ഇതേ ഉള്ളൂ, വായന ഒരു ശീലമാക്കുക. വായനയും കളിയും നന്നായിട്ട് കളിക്കുക. ഈ സമയത്ത് കളിക്കാൻ സമയം കിട്ടുകയുള്ളൂ. നന്നായിട്ട് കളിക്കുക. വെയിൽ കൊണ്ടൊന്നും കുഴപ്പമില്ല, കറുത്താനും കുഴപ്പമില്ല, അതൊന്നും പ്രശ്നമില്ല. വീട്ടുകാർ പറയും അയ്യോ വെയിലത്തിറങ്ങല്ലേ കറക്കൊന്നും, അത് നോക്കണ്ട. നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് കളിക്കുക, നല്ല സൗഹൃദം കെട്ടിപ്പടുത്തുക. ശക്തമായ ദൃഢമായ സൗഹൃദവും നല്ല വായനാശീലയും നല്ല കായികവും, ഇത് മൂന്നുമാണ് നമുക്ക് മനസ്സിന് സന്തോഷം നൽകുന്നത്. എഴുത്തുകാരിലും വായനക്കാരിലും ആസ്വാദകരിലും കാലമാറ്റത്തിന്റെ മാറ്റമുണ്ടായിട്ടുണ്ടെങ്കിലും എഴുത്തിന്റെ ലോകത്തിലെ പൂർവിക സിംഹാസനങ്ങൾക്ക് ഇളക്കം തട്ടിയിട്ടില്ല. നവമാധ്യമങ്ങൾ വഴിയുള്ള സാഹിത്യശാഖ വളർച്ച വായനയിലും പുതിയ ദിശാബോധം വരുത്തിയിട്ടുണ്ട്. ഗ്രാമീണ മേഖലയിലെ സാംസ്കാരിക വളർച്ചയ്ക്ക് ഗ്രന്ഥശാലകൾ അനിവാര്യമാണെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ജില്ലാ ഇൻഫർമേഷൻ സാക്ഷരതാ കേന്ദ്രം, വിദ്യാഭ്യാസ വകുപ്പ്, PN പണിക്കർ ഫൗണ്ടേഷൻ എന്നിവ സംയുക്തമായാണ് വായനാ ദിനാചരണം സംഘടിപ്പിച്ചത്. BEM HM കെ സന്ധ്യാകുമാരി അധ്യക്ഷത വഹിച്ചു. തോൽപ്പാവക്കൂത്ത് കലാകാരൻ രാജീവ് പുലവർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ TS സതീഷ് കുമാർ, AEO രമേശ്, സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ മനോജ് സെബാസ്റ്റ്യൻ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് V രവീന്ദ്രൻ, PN പണിക്കർ ഫൗണ്ടേഷൻ പ്രസിഡന്റ് EV കോമളം എന്നിവർ സംസാരിച്ചു. ജില്ലാ മിഷൻ കോർഡിനേറ്റർ P സാജിദ വായനാ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തോൽപ്പാവക്കൂത്തും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ 3 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ആരോഗ്യവൃത്തങ്ങൾ അറിയിച്ചു. പ്രദേശത്ത് പ്രതിരോധ നടപടികളും നിരീക്ഷണവും ശക്തമാക്കി. ചെറുതുരുത്തി നെടുമ്പുര സ്വദേശികളായ 12 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിക്കും 4 വയസ്സുള്ള 2 ഇരട്ടക്കുട്ടികൾക്കുമാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. പനിയും വയറിളക്കവും ബാധിച്ചതിനെ തുടർന്ന് കുട്ടികൾ ആദ്യം ചെറുതുരുത്തി കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് ചികിത്സ തേടിയത്. പിന്നീട് ഇവരെ ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിലേക്കും തുടർന്ന് മെഡിക്കൽ കോളേജിലേക്കും മാറ്റി വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയരാക്കി. ചികിത്സയ്ക്ക് ശേഷം കുട്ടികൾ വീട്ടിൽ തിരിച്ചെത്തിയ ശേഷമാണ് ഷിഗല്ല സ്ഥിരീകരിച്ചുകൊണ്ടുള്ള പരിശോധനാ ഫലം പുറത്തുവന്നത്. നിലവിൽ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിലും പ്രദേശത്ത് പ്രതിരോധ നടപടികളും നിരീക്ഷണവും ശക്തമാക്കി. ശക്തമായ വയറിളക്കം, വയറുവേദന, കടുത്ത ക്ഷീണം, പനി, മലത്തോടൊപ്പം രക്തം പോവുക എന്നിവയാണ് ഷിഗല്ലയുടെ പ്രധാന ലക്ഷണങ്ങൾ. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ ഒട്ടും വൈകിക്കാതെ അടിയന്തരമായി വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയരാകണമെന്നും സ്വയം ചികിത്സ അരുത് എന്നും വള്ളത്തോൾ നഗർ ആരോഗ്യവകുപ്പ് മെഡിക്കൽ ഓഫീസർ PA ഷഫീർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി.
ഫിഫ വേൾഡ് കപ്പ് വേളയിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയ വൈദ്യുതി വകുപ്പ് നടപടിക്കെതിരെ വൈദ്യുതി ഓഫീസ് മുറ്റത്ത് പന്ത് തട്ടി ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. വിവിധ ലോകകപ്പ് ടീമുകളുടെ ജേഴ്സി അണിഞ്ഞും പതാകകൾ ഉയർത്തിയുമാണ് പ്രതിഷേധം നടന്നത്. വിവിധ ലോകകപ്പ് ടീമുകളുടെ ജേഴ്സി അണിഞ്ഞും പതാകകൾ ഉയർത്തിയുമാണ് പ്രതിഷേധം നടന്നത്. ലോകകപ്പ് വേളയിൽ സർക്കാർ ഏർപ്പെടുത്തി വൈദ്യുതി നിയന്ത്രണം പിൻവലിക്കണമെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ ആവശ്യപ്പെട്ടു. ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ, ജില്ലാ പ്രസിഡന്റ് R ജയദേവൻ, ജില്ലാ ട്രഷറർ M രണ്ടീഷ്, സംസ്ഥാന കമ്മിറ്റി അംഗം AK ഷാനിബ് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. അതേസമയം ജലവൈദ്യുതി ഉൽപാദന കേന്ദ്രങ്ങളിൽ ആവശ്യത്തിന് ജലമില്ലാത്തതാണ് KSEBയെ പ്രതിസന്ധിയിലാക്കിയത്. ലോകകപ്പ് തത്സമയ വേളയിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് പരമാവധി ഒഴിവാക്കണമെന്ന് KSEB മാനേജ്മെന്റ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ലോകകപ്പ് മത്സരത്തിനിടെയുള്ള അപ്രഖ്യാപിത പവർ കട്ടിനെതിരെ പതിരുപാലയിൽ KSEB ഓഫീസിന് മുന്നിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധം. KSEBക്ക് മുന്നിൽ പന്ത് തട്ടിക്കളിച്ചാണ് പ്രതിഷേധ സമരം നടത്തിയത്. അപ്രഖ്യാപിത പവർ കട്ട് മൂലം കളികൾ കാണാനാകില്ലെന്നും ഉടൻ പിൻവലിക്കണമെന്നും ഡിവൈഎഫ്ഐ മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ബ്ലോക്ക് സെക്രട്ടറി അബ്ദുൽ മുത്തലീബ് ഉദ്ഘാടനം ചെയ്തു. NC രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വലിയ ഒരുക്കങ്ങളും അതുമായി ബന്ധപ്പെട്ട വലിയ പ്രവർത്തനങ്ങളും ആകെ ആവേശത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലെ യുവാക്കളും എല്ലാ വിഭാഗം മനുഷ്യരും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ നോക്കൂ, ഇന്നലെ വൈകുന്നേരത്ത് പോർച്ചുഗലിൻ്റെ കളിയുണ്ടായിരുന്നു. അപ്പോഴാണ് 10:15 കറണ്ട് പോകുന്നത്. പിന്നെ വന്നത് 10:35 പിന്നെ 11:15 പോകുന്നു. അങ്ങനെ ഓരോ മണിക്കൂർ കൂട്ടുമ്പോൾ 15 മിനിറ്റും 20 മിനിറ്റും എടുത്ത് കറണ്ട് അപ്രഖ്യാപിത കറണ്ട് കെട്ട്, പവർ കെട്ട് ഈ കേരളത്തിനകത്ത് നടപ്പിലാക്കുന്നു. ഈ സമയത്ത് രാത്രിയാണ്. അമേരിക്കയിലാണല്ലോ കളി നടക്കുന്നത്. അമേരിക്കയിലും കാനഡയിലും ഉൾപ്പെടെ കളി നടക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്ന സമയമെന്ന് പറയുന്നത് രാത്രിയാണ്. പക്ഷെ ആ രാത്രി സമയത്ത് കൃത്യമായി കറണ്ടില്ല എന്ന ഒറ്റ കാരണം കൊണ്ട്, അപ്രഖ്യാപിത കറണ്ട് കട്ട് എന്ന ഒറ്റ കാരണം കൊണ്ട് നമുക്ക് ഇവിടുത്തെ ഫുട്ബോൾ പ്രേമികൾക്ക് കളി കാണാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത്. CM അജിത് രാജ്, KA അസീസ്, AV അർജുൻ, പഞ്ചായത്ത് പ്രസിഡന്റ് TR ശശി, OV സ്വാമിനാഥൻ, വിപിൻ കുമാർ എന്നിവർ സംസാരിച്ചു. കായികപ്രേമികളുടെ അവരുടെ ആവേശവും അവരുടെ അഭിലാഷവും തട്ടിക്കളിക്കുന്ന രീതിയിലാണ് ഈ അവരുടെ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ക്ലബ്ബുകൾ, വായനശാലകൾ, പാർട്ടി ഓഫീസുകളെല്ലാം കായിക പ്രേമികൾക്ക് കളി കാണാൻ വേണ്ട എല്ലാവിധ സൗകര്യവും ഒരുക്കിക്കൊണ്ട് ഈ കളി രാവെന്നോ പകലെന്നോ ഇല്ലാതെ മുഴുവൻ ആളുകളും ഇതിലാകെ ഈ കായിക. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഒരു നാടിന്റെ വെളിച്ചമായ വായനശാല കെട്ടിടങ്ങൾ സ്ഥലപ്പേരായി സൂക്ഷിച്ചവരുടെ നാടാണ് വാണിയംകുളത്തെ മാന്നന്നൂർ ഗ്രാമം. മാന്നന്നൂർ തപാൽ ഓഫീസിനു കീഴിൽ 5 വായനശാലകളാണ് സ്ഥിതി ചെയ്യുന്നത്. പതിറ്റാണ്ടുകൾക്കിപ്പുറവും തലമുറകളായി സാംസ്കാരിക കേന്ദ്രങ്ങളെ സംരക്ഷിച്ചു പോരുന്നത് ഈ നാട്ടിലെ ചെറുപ്പക്കാരാണ്. ഒറ്റപ്പാലത്ത് നിന്നോ വാണിയംകുളത്ത് നിന്നോ ബസ്സിലോ ഓട്ടോയിലോ കയറി വായനശാലയ്ക്ക് ടിക്കറ്റ് എടുത്താൽ യാത്രക്കാർ ചിലപ്പോൾ പെട്ടുപോകും. കാരണം ഒന്നും രണ്ടുമല്ല, ഒരു ഗ്രാമത്തിൽ 5 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്ന 5 വായനശാലകളുടെയും ബസ് സ്റ്റോപ്പിന്റെയും പേരും വായനശാല എന്നതാണ്. വെള്ളിയോട് ഉദയ ഗ്രാമീണ വായനശാല, മഹാത്മജി സ്മാരക വായനശാല, നിള വായനശാല, ഗ്രാമോദയം വായനശാല, വാമനൻ സ്മാരക യുവജന കലാസമിതി വായനശാല എന്നിവ ഗ്രാമത്തിൽ അരനൂറ്റാണ്ടുകൾ പിന്നിട്ട് കഴിഞ്ഞവയാണ്. വൈക്കോൽ മേഞ്ഞും മണ്ണുകട്ട കൊണ്ടും ചുമർകെട്ടിയും ചുള്ളിക്കമ്പ് കൊണ്ടുള്ള ജാലകമൊരുക്കിയും യുവാക്കൾ വായനശാല ഉണ്ടാക്കിയ കാലം ആളുകൾ ഓർക്കുന്നു. വിരലിൽ എണ്ണാവുന്ന പുസ്തകങ്ങളും 2 ദിനപത്രങ്ങളും മാസികകളുമായി തുടക്കം. ചെറുപ്പക്കാരിൽ വായനാശീലം വളർത്തുന്നതിൽ വലിയ പങ്കുവഹിച്ച പ്രസ്ഥാനമായി അത് പതിയെ വളർന്നു. വായനശാലയുടെ പഴയ ആ പ്രതാപകാലം ഏതുവിധേനയും തിരിച്ചു പിടിക്കാമെന്ന പ്രതിജ്ഞയുമായി ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇന്നിവിടെയുണ്ട്. അവർക്കൊപ്പം ഭാവി പ്രതീക്ഷയായ ഒരു പറ്റം കുരുന്നുകളും. 1948 മാന്നന്നൂർ മഹാത്മജി സ്മാരക വായനശാലയ്ക്ക് തുടക്കം കുറിക്കുന്നത്. 1000-ലധികം പുസ്തകങ്ങളുടെ ലൈബ്രറി ഇവിടെയുണ്ട്. വർഷങ്ങളിൽ നടക്കുന്ന വിവിധ മത്സരങ്ങളും ആഘോഷങ്ങളും പ്രവർത്തനങ്ങളെ മികവുറ്റതാക്കി. 2019 വായനശാല നവീകരിച്ചു. 1973 വെള്ളിയോട് വായനശാല സ്ഥാപിതമായത്. വെള്ളിയോട് തന്നെയുള്ള പരേതനായ രാഘവൻ എഴുത്തച്ഛൻ വാടകയില്ലാതെ സൗജന്യമായി നൽകിയ ഒരു പീഠികമുറിയിലാണ് വായനശാലയുടെ ആരംഭം. യുവാക്കളുടെ ക്ലബ്ബ്, വനിതാവേദി, വയോജന ക്ലബ്ബ് എന്നിവ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. മാന്നന്നൂർ നിള വായനശാലയും ഒരു ഗ്രാമത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. നാട്ടുകാരുടെ കൂട്ടായ്മയിൽ ശേഖരിച്ച തുക കൊണ്ട് വായനശാല നവീകരിച്ച് മികവുറ്റതാക്കി. 2018 ഓഗസ്റ്റ് 16 പ്രളയത്തിൽ നിള വായനശാലയിൽ വെള്ളം കയറിയിരുന്നു. അത് ഇന്നും ഒരു ഓർമ്മപ്പെടുത്തലായി വായനശാലയുടെ മുന്നിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. മാന്നന്നൂർ ഗ്രാമോദയ സോഷ്യൽ ക്ലബ്ബ് വായനശാലയിലും
100-ലധികം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രവർത്തനം തുടരുന്നുണ്ട്. 10,000-കണക്കിന് പുസ്തകങ്ങളോടെ ത്രാങ്ങാലി വാമനൻ സ്മാരക യുവജനകലാ സമിതി വായനശാലയിലും ലൈബ്രറി ഒരുക്കിയിട്ടുണ്ട്. ഗ്രാമീണ പാതകളിലൂടെ ചില സ്വകാര്യ ബസ്സുകൾ ഓടുന്നുണ്ട്. കാലം മാറുമ്പോഴും വായനശാലയുടെ പേരിൽ സ്ഥലം ഇന്നും അറിയപ്പെടുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. വായനാ ദിനമായി ഇന്നു മുതൽ വായനാ വാരാഘോഷ പരിപാടികളുമായി മുന്നോട്ടു പോവുകയാണ് ഈ വായനശാല ഗ്രാമം. മാനന്നൂർ പോസ്റ്റ് ഓഫീസിന് കീഴിൽ 5 വായനശാലകളാണുള്ളത്. അതിലൊന്നാണ് നമ്മുടെ മഹാത്മജി വായനശാല. ഇത് കുറെ കാലപ്പഴക്കങ്ങൾ ചെന്നൊരു വായനശാലയാണ്. ഇവിടെ ഇപ്പോഴും നമ്മുടെ ഇവിടെ ആളുകൾ വരാറുണ്ട്. അതേപോലെ തന്നെ കുട്ടികളുടേതായാലും സ്ത്രീകളുടെ ആയാലും എല്ലാവരും നല്ലൊരു സപ്പോർട്ടുള്ള ഒരു വായനശാലയാണിത്. ഇപ്പോഴും ഇങ്ങനെ ഒരു വായനശാല നമ്മുടെ നാട്ടിൽ നല്ലൊരു ആക്റ്റീവായി പോകുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ കോൺഫറൻസ് ജൂൺ 20 കല്ലേക്കാട് ജാമിയ ഹസനിയ കോളേജിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സമസ്ത സെന്റിനറി 2027 ജനുവരിയിൽ മലപ്പുറത്തും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പാലക്കാട് ജില്ലയിലെ 500ഓളം വരുന്ന മദ്രസയിലെ 60 കഴിഞ്ഞ ഉസ്താദുമാർക്ക് 12,000 രൂപ ക്ഷേമ പെൻഷൻ, മദ്രസ നിർമ്മാണം, മദ്രസ പുനർനിർമ്മാണത്തിന് സഹായം, ഫർണിച്ചർ പുതുക്കാൻ സഹായം എന്നിവയ്ക്കുള്ള ധനസഹായം കണ്ടെത്തുക എന്ന ലക്ഷ്യമാണ് SMAയ്ക്കുള്ളത്. ഇതിന്റെ ഭാഗമായുള്ള സമസ്ത സെന്റിനറി 2027 ജനുവരിയിൽ മലപ്പുറത്ത് നടക്കും. ഇതിന് മുന്നോടിയായുള്ള പാലക്കാട് ജില്ലാ മദ്രസ മാനേജ്മെന്റ് കോൺഫറൻസ് ഒക്ടോബറിൽ പാലക്കാട്ട് നടക്കും. 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള മദ്രസ പഠനം മാനേജ്മെന്റ് കമ്മിറ്റിയാണ് നടത്തുന്നത്. പ്രാദേശികമായി വരുന്ന എല്ലാ ചെലവുകളും മാനേജ്മെന്റ് കമ്മിറ്റിയാണ് വഹിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. സമസ്തയുടെ സെന്റിനറി നടക്കുകയാണ്, 100ാം വാർഷികം നടക്കുകയാണ്. 28, 29, 30, 31 ജനുവരി മാസം 2027. അതിൻ്റെ ഭാഗമായി സുന്നി മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഒക്ടോബർ മാസത്തിൽ മാനേജ്മെൻറ്റിൻ്റെ കോൺഫറൻസ് നടത്തുന്നുണ്ട്. സുന്നി മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ കീഴിൽ നടക്കുന്ന 500ഓളം വരുന്ന പാലക്കാട് ജില്ലയിലെ മദ്രസകളിലൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളും മറ്റുമാണ് ഇവിടെ ദീനിയായ രൂപത്തിലുള്ള ഉണർവ് നൽകുന്നത്. മദ്രസ നടത്തുന്നതും അതിന് ശമ്പളം കൊടുക്കുന്നതുമെല്ലാം ആ പ്രാദേശികമായ മാനേജ്മെൻറ്റുകളാണ്. ഗവൺമെൻറ്റിൻ്റെ മാത്രം മറ്റോ യാതൊരു സഹായവും മദ്രസ മാനേജ്മെൻറ്റ് പറ്റാറില്ല. ഓരോ വ്യക്തികളും പരിസംഖ്യം മറ്റും നൽകിയാണ് മദ്രസകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ KV സിദ്ദിഖ് ഫൈസി, കബീർ വെണ്ണക്കര, നാസർ ഹാജി കൽമണ്ഡപം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. KCB പെൻഷനേഴ്സ് അസോസിയേഷൻ ഷൊർണൂർ ഡിവിഷൻ വാർഷിക പൊതുയോഗം കണിയമ്പുറം പിഷാരഡീസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന സെക്രട്ടറി AP പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. അതിനകത്ത് ആ ഗവൺമെന്റിന്റെ പോളിസി എന്താണെന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പെൻഷനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ആവശ്യക്കാരെ സംബന്ധിച്ചിടത്തോളം 1-2 കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, വൈദ്യുതി ബോർഡിന്റെ പ്രവർത്തനത്തിന് സ്വകാര്യ മൂലധനം സ്വീകരിക്കേണ്ടതാണ്, അല്ലെങ്കിൽ സ്വീകരിക്കേണ്ടി വരും. ഒന്ന്, സ്വകാര്യ മൂലധനം സ്വീകരിക്കാൻ ഡിവിഷൻ വൈസ് പ്രസിഡന്റ് C ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ കമ്മിറ്റി അംഗം D ശങ്കരനാരായണൻ അനുശോചന പ്രമേയവും ഡിവിഷൻ സെക്രട്ടറി M മോഹനൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ K ശ്രീകുമാരൻ കണക്കും അവതരിപ്പിച്ചു. പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി C ശിവദാസ്, സംസ്ഥാന കമ്മിറ്റി അംഗം CK പ്രകാശൻ, C ഉണ്ണികൃഷ്ണൻ, P വിനോദ്, PP ഉണ്ണികൃഷ്ണൻ, മുഹമ്മദ് മുസ്തഫ, AJ ജോജി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വടക്കാഞ്ചേരി മേഖലയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി വാരാചരണത്തിന്റെ ഭാഗമായി കേരള കലാമണ്ഡലത്തിൽ വൃക്ഷത്തൈകൾ നട്ടു. കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ B അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കാരണം ഈ നമ്മുടെ ഒരു എക്കോസിസ്റ്റം നിലനിർത്തുന്നതിനും അതേപോലെ തന്നെ ഒരു ബയോഡൈവേഴ്സിറ്റി നിലനിർത്തുന്നതിനൊക്കെ കലാമണ്ഡലം മാത്രം വിചാരിച്ചാൽ പറ്റില്ല. അതിന് ചുറ്റുമുള്ള പല സംഘടനകളും അതേപോലെ തന്നെ അതിനെ നിലനിർത്തുമ്പോൾ എപ്പോഴും
ഈ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഒരു വലിയൊരു ദൗർബല്യമാണ് പ്രകൃതി എന്ന് പറയുന്നത്. AKPA വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് മണി ചെറുതുരുത്തി അധ്യക്ഷത വഹിച്ചു. AKPA തൃശൂർ ജില്ലാ സെക്രട്ടറി ഷാജി ലെൻസ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് BMC കൺവീനർ ഡോക്ടർ അബ്ദുൾ സലാം, പ്രശസ്ത സിനിമാ നടനും കലാമണ്ഡലം നൃത്താധ്യാപകനുമായ RLV രാമകൃഷ്ണൻ, കലാമണ്ഡലം മിഴാവ് വിസിറ്റിംഗ് പ്രൊഫസർ അച്യുതാനന്ദൻ, കലാമണ്ഡലം NSS പ്രോഗ്രാം കോർഡിനേറ്റർ അനീഷ്, മേഖലാ സ്വാതന്ത്ര്യം കോർഡിനേറ്റർ ബബീഷ്, വടക്കാഞ്ചേരി അത്താണി യൂണിറ്റ് ഭാരവാഹികളായ ഡെന്നി പർലിക്കാട്, KR കൃഷ്ണപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. മേഖലാ സെക്രട്ടറി PV മുരളി സ്വാഗതവും മേഖലാ ട്രഷറർ സുജിത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മണ്ണൂർ പഞ്ചായത്ത് ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ മഴക്കാല രോഗപ്രതിരോധ ക്യാമ്പ് സംഘടിപ്പിച്ചു. മണ്ണൂർ കിഴക്കുംപുറം AJV സ്കൂളിൽ നടന്ന ക്യാമ്പ് മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ശശി ഉദ്ഘാടനം ചെയ്തു. നാടിനകത്ത്, നമ്മുടെ രാജ്യത്തിനകത്ത് ചികിത്സാ രീതി എന്ന് പറയുന്നത് അലോപ്പതി ചികിത്സയുണ്ട്, ഹോമിയോ ചികിത്സയുണ്ട്, ആയുർവേദമുണ്ട്. ആയുർവേദം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ, നമ്മുടെ രാജ്യത്തെ പരമ്പരാഗതമായിട്ടുള്ള പൂർവ്വകാല രോഗ ചികിത്സാ രീതിയാണ് ആയുർവേദം. നമുക്കറിയാം, നമുക്ക് പൂർവികരായിട്ടുള്ള 500-1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആയുർവേദം നമ്മുടെ രാജ്യത്തുണ്ട്. എന്നാൽ മറ്റു പൊതുവെ നമ്മുടെ ജനങ്ങൾ എന്ന് പറയുന്നത് രോഗം വന്നു കഴിഞ്ഞാൽ ആ രോഗം പെട്ടെന്ന് മാറുന്നുണ്ടെങ്കിൽ അലോപ്പതി എന്നുള്ള നിലയ്ക്ക് ചികിത്സ തടിപ്പുവേണം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K ശ്രീദേവി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ വർഷ ബാബു ക്ലാസ് എടുത്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ SJN നജീബ്, MC വിശ്വം, പഞ്ചായത്ത് അംഗം കൃപേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. VK ജ്യോതി, VS സിമി, D ലത, ആശാവർക്കർമാരായ R സ്വപ്ന, ബബിത എന്നിവർ നേതൃത്വം നൽകി. 100ഓളം രോഗികൾ ക്യാമ്പിലെത്തി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണൂർ മുളകുപറമ്പ് MCB UP സ്കൂളിൽ വായനാ ദിനം ആചരിച്ചു. വാർഡ് മെമ്പർ ഹുസൈൻ ഷഫീഖ് ഉദ്ഘാടനം ചെയ്തു. ഈ സമയത്ത് ഏറ്റവും കൂടുതലായി വളരെയധികം ഉത്തരവാദിത്തത്തോടു കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്, നാം എല്ലാവരും, ടീച്ചർമാരായാലും ഞാനായാലും നമ്മുടെ പരിസര പ്രദേശവാസികളായാലും നിങ്ങളായാലും, വായന പ്രധാനമാണ്. സ്കൂളുകളിലുള്ള പത്രങ്ങൾ, വീടുകളിലുള്ള പത്രങ്ങൾ, മറ്റുള്ള പത്രങ്ങളെല്ലാം വായിച്ച് വളരുക, പഠിച്ചു വളരുക എന്നുള്ളതാണ് നമ്മുടെ മുദ്രാവാക്യം. അതുകൊണ്ട് തന്നെ വായനാശീലം നിങ്ങൾ ഓരോരുത്തരും തീർച്ചയായും ചെറിയ ഒരു സമയം കണ്ടെത്തി വായിച്ചെടുക്കേണ്ടതും ഒരുപാട് അറിവുകൾ നേടേണ്ടതും ഈ കാലഘട്ടത്തിന് അനിവാര്യമാണ്. അത് വായനാ ദിന പ്രതിജ്ഞ HML സവിത ടീച്ചർ നിർവഹിച്ചു. വിദ്യാർത്ഥികളായ ഇസ്ഹാന, ദിൽഷ എന്നിവർ വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു. ഇതിന്റെ ഭാഗമായി പ്രത്യേക അസംബ്ലി നടത്തി. കുട്ടികളുടെ ക്വിസ് മത്സരവും ചുമർ പത്രികാ നിർമ്മാണം എന്നിവ നടത്തി. നല്ല പാഠം ക്ലബിന്റെ ഇഷ്ടപ്പെട്ടി എന്ന പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. കോർഡിനേറ്റർ ഹിദ്യ ടീച്ചർ ഈ പ്രവർത്തനത്തെക്കുറിച്ച് വിശദീകരണം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഏറ്റവും വലിയ ലോകകപ്പ് മോഡൽ എക്സിബിഷൻ പനമണ്ണയിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 36 അടി ഉയരമുള്ള ട്രോഫിയുടെ അണിയറ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ട്രോഫിക്കൊപ്പം ലോകകപ്പിന്റെ ചരിത്രം പറയുന്ന ചിത്രപ്രദർശനവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഫുട്ബോളിനെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന സംരംഭകനും പനമണ്ണ സ്വദേശിയുമായ യാസർ പുതിയടത്താണ് ഈ കൂറ്റൻ ലോകകപ്പ് ട്രോഫിയുടെ നിർമ്മാണത്തിന് പിന്നിൽ. ഞായറാഴ്ച വൈകിട്ട് 3-ന് ട്രോഫി സ്ഥാപിക്കലും ഉദ്ഘാടനവും ഇന്ത്യൻ ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റൻ IM വിജയൻ നിർവഹിക്കും. ജൂലൈ 12-ാം തീയതി രാവിലെ 10 മണി മുതൽ രാത്രി 12 മണി വരെയാണ് പ്രദർശനം ഉണ്ടാകുക. തിരക്ക് നിയന്ത്രിക്കാൻ ഉദ്ഘാടന ദിവസം പാസ് വെച്ചായിരിക്കും പ്രദർശനം. പാസിനായി പനമണ്ണയിൽ പ്രവർത്തിക്കുന്ന PT ആർട്സ് സ്ഥാപനവുമായി ബന്ധപ്പെടാം. പെരിന്തൽമണ്ണയിൽ നിർമ്മാണത്തിലിരിക്കുന്നത് ട്രോഫിയുടെ മാതൃകയ്ക്ക് 28 അടിയാണ് ഉയരം. ഇതിരിക്കുന്ന സ്റ്റാൻഡ് കൂടിയാകുന്നതോടെ 36 അടിയിലെത്തും. 6 ലക്ഷം രൂപയോളമാണ് ഇതിന്റെ ചെലവ്. ട്രോഫി സ്ഥാപിക്കുന്നതിന്റെ ചുറ്റുമായാണ് ലോകകപ്പ് ചരിത്ര ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നത്. 1930-ലെ ലോകകപ്പ് മുതൽ 2022-ലെ ലോകകപ്പ് ജേതാക്കളുടെ ചിത്രങ്ങൾ വരെ ഉണ്ടാകും. ഓരോ ചിത്രത്തിന് കീഴിലും ഫൈനലിൽ എന്തു സംഭവിച്ചു എന്ന വിവരങ്ങൾ ഉൾപ്പെടെയുണ്ട്. ഒപ്പം ലോകകപ്പിൽ പങ്കെടുക്കുന്ന 48 രാജ്യങ്ങളുടെ പതാകകളും പ്രദർശനഗിരിയിൽ ഉണ്ടാകും. കഴിഞ്ഞ ലോകകപ്പ് കാലത്ത് നെയ്മറിന്റെ ഏറ്റവും ഉയരമുള്ള കട്ടൗട്ട് ഒറ്റപ്പാലത്ത് സ്ഥാപിച്ചത് ബ്രസീലിന്റെ ആരാധകർ കൂടിയായ യാസറിന്റെ നേതൃത്വത്തിലായിരുന്നു. എന്നാൽ ഫുട്ബോളിനുള്ള ഇഷ്ടം കൊണ്ടാണ് ഇത്തവണ എല്ലാ ആരാധകർക്കും കൗതുകമൊരുക്കാൻ ലോകകപ്പിന്റെ കൂറ്റൻ മാതൃക ഒരുക്കാൻ മുന്നിട്ടിറങ്ങിയതെന്നും PT ആർട്സ് സ്ഥാപനത്തിന്റെ ഉടമ കൂടിയായ യാസിർ പുതിയടത്ത് പറഞ്ഞു. NK ജയരാജൻ, ജാഫർ സാദിഖ്, K അയ്യൂബ്, VV അലി അക്ബർ, അഹമ്മദ് ഹുസൈൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഓരോ ടീമിൻ്റെയും ഫാൻസുകൾ മത്സര ബുദ്ധിയോട് കൂടിയിട്ടാണ് അതിൻ്റെ പ്രചരണ ബോർഡുകളും കട്ടൗട്ടുകളും ഒക്കെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. പല ഭാഗത്തും വലിയ സ്ക്രീനിലും മറ്റുമൊക്കെ ആളുകൾ, ക്ലബ്ബുകൾ ഒക്കെ കളി കാണാനുള്ള അവസരങ്ങൾ വരുന്നുകൊണ്ടിരിക്കും. ഇവിടെ ഒറ്റപ്പാലത്ത് ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് 2022 നെയ്മറിൻ്റെ
കട്ടൗട്ടുകൾ 106 അടി ഉയരത്തിലുള്ള കട്ടൗട്ടുകൾ സ്ഥാപിച്ച് 10,000-കണക്കിന് ആളുകളാണ് ആ കട്ടൗട്ടുകൾ കാണുവാനും അവിടുത്തെ അവർ പ്രത്യേകം തയ്യാറാക്കി വെച്ചിട്ടുള്ള ഗോൾ പോസ്റ്റും അതുപോലെ തന്നെ മറ്റ് സംഭവങ്ങൾ കാണാനും സെൽഫി എടുക്കാനും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത് ഒറ്റപ്പാലത്തെ പ്രമുഖ പരസ്യ കമ്പനിയായിട്ടുള്ള ശ്രീ PT ആഡ്സ് എന്ന സ്ഥാപനത്തിൻ്റെ ഉടമയായിട്ടുള്ള ശ്രീ PT യാസറിനെ. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരള കലാമണ്ഡലം വിദ്യാർത്ഥികൾ കലാമണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ചിട്ടപ്പെടുത്തിയ 42 പുസ്തകങ്ങൾ കളരിയിൽ വായിച്ചു പഠിക്കും. കഥകളിയുടെ കുലപതി പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപി ആശാൻ, കലാമണ്ഡലം മുൻ നീള ക്യാമ്പസ് ഡയറക്ടർ കലാമണ്ഡലം MP.S. നമ്പൂതിരിക്ക് പുസ്തകങ്ങൾ നൽകി. പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. മറ്റ് മാതൃകകൾ ഇതിൻ്റെ നമ്മുടെ ഈ പാഠപുസ്തകങ്ങളുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ ഒരു മാതൃകകളും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഒരു മാതൃകകളും ഇല്ലാതെ നമ്മുടെ ഒരു പ്രായോഗിക രീതിയുടെ മാതൃകയെ അവലംബിച്ച് നമ്മുടെ ഒരു ഓർമ്മയിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ഒരു ശരീരത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ചൈതന്യയുടെ അറിവിൽ നിന്നും പലപ്പോഴും നമ്മൾ ഉടൽ അറിവെന്നൊക്കെ പറയാറുണ്ട്. ഒരു ബോഡി നോളജ് എന്നൊക്കെ പറയാറുണ്ട്. ആ ഒരു ശരീരത്തിൻ്റെ അല്ലെങ്കിൽ വിശേഷം അവതരണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കലാരൂപങ്ങളും നമ്മുടെ ശരീരം മാധ്യമാവുന്ന കലാരൂപങ്ങളാണുള്ളത്. അതിനെ നമ്മൾ നിഷ്പാദിപ്പിച്ച് അല്ലെങ്കിൽ ഒരു പുതിയ രൂപത്തിലാക്കുക അല്ലെങ്കിൽ ഒരു പാഠത്തിലാക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു എഫേർട്ട് തന്നെയാണ്. അതൊരു ചെറിയ കാര്യമല്ല. എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ തന്നെ കലാമണ്ഡലത്തിൻ്റെ ചരിത്രത്തിലല്ല, ഇത് കേരളത്തിൻ്റെ തന്നെ ഒരു സാംസ്കാരിക ചരിത്രത്തിൽ ഒരു വലിയ ചുവടുവെപ്പാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ B. അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പത്മശ്രീ കലാമണ്ഡലം ശിവൻ നമ്പൂതിരി, പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി, ചെർപ്പുളശ്ശേരി ശിവൻ, കലാമണ്ഡലം ഗോപിനാഥപ്രഭ, കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ, SCRT ഡയറക്ടർ ഡോക്ടർ RK ജയപ്രകാശ്, SCRT റിസർച്ച് ഓഫീസർ നൃത്തവിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രജിത രവി, പരീക്ഷാ കൺട്രോളർ ഡോക്ടർ ഷിനോജ് PV, കലാമണ്ഡലം ഹരിദാസൻ, ഡോക്ടർ കലാമണ്ഡലം അരുൺ വാര്യർ, ശ്രീലക്ഷ്മി പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ സ്വാഗതവും ഡോക്ടർ റീന BK നന്ദിയും പറഞ്ഞു. കലകളുടെ അഭ്യാസനം കൂടുതൽ വിദ്യാർത്ഥി സൗഹൃദപരവും ജ്ഞാനകേന്ദ്രീകൃതവും ആക്കുന്നതിനായി കേരള കലാമണ്ഡലത്തിലെ 8 മുതൽ 10 വരെ ക്ലാസുകളിലേക്ക് പാഠപുസ്തകങ്ങൾ നിർമ്മിച്ചു നൽകുന്നത്. പാഠപുസ്തകങ്ങളുടെ ക്രമീകരണവും ഘടനയും സഹായ സ്രോതസ്സുകളും വിദ്യാർത്ഥി കേന്ദ്രീകൃതമാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. SCRTയിലെ വിദഗ്ധ സഹായത്തോടെ കലാമണ്ഡലത്തിന്റെ അധ്യാപകരാണ് പാഠപുസ്തക രചന നിർവഹിച്ചത്. ഒരു ക്ലാസ്സിലേക്ക് 14 കലാവിഭാഗങ്ങളിൽ 3 ക്ലാസുകളിലായി 42 പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മമാണ് നടന്നത്. കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ B. രാജേഷ് കുമാർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഒറ്റപ്പാലം അർബൻ ബാങ്ക് ലോകകപ്പ് 2026 പ്രവചന മത്സരം സംഘടിപ്പിക്കുന്നു. ലോകകപ്പിൽ ഫൈനലിൽ വിജയിക്കുന്ന രാജ്യം, ഫൈനലിൽ കളിക്കുന്ന രാജ്യങ്ങൾ ഏതെന്ന് പ്രവചിക്കുന്ന 2 ചോദ്യങ്ങൾക്കാണ് ഉത്തരം നൽകേണ്ടത്. വിജയികളെ കാത്തിരിക്കുന്നത് ക്യാഷ് പ്രൈസുകളാണ്. ശരിയുത്തരം പ്രവചിക്കുന്നവർക്ക് ഒന്നാം സമ്മാനമായി 10,000 രൂപയും 2ാം സമ്മാനമായി 7,500 രൂപയും 3ാം സമ്മാനമായി 5,000 രൂപയും നൽകുന്നു. മേൽപ്പറഞ്ഞ 2 ചോദ്യങ്ങൾക്കും ശരിയുത്തരം രേഖപ്പെടുത്തിയവരിൽ നിന്നും നറുക്കെടുത്ത് വിജയികൾക്ക് സമ്മാനം നൽകുന്നു. പ്രവചന മത്സരത്തിൽ എൻട്രികൾ സമർപ്പിക്കേണ്ട കൂപ്പണുകൾ ബാങ്കിന്റെ മെയിൻ ബ്രാഞ്ച് ഒറ്റപ്പാലം 12 മണിക്കൂർ പ്രഭാത സായാഹ്ന ശാഖ, ലക്കിടി, പത്തിരിപ്പാല, മണ്ണൂർ, അമ്പലപ്പാറ, അനങ്ങനടി, വാണിയംകുളം, കൂനത്തറ തുടങ്ങിയ 9 ബ്രാഞ്ചുകളിൽ നിന്നും നേരിട്ട് ലഭിക്കും. എൻട്രികൾക്ക് ബാങ്കിൽ സമർപ്പിക്കേണ്ട അവസാന ദിവസം ജൂലൈ 15 ബുധൻ വൈകുന്നേരം 5 മണി വരെയാണ്. ഒരു വ്യക്തി ഒരു എൻട്രി മാത്രമേ നൽകാൻ പാടുള്ളൂ. എല്ലാ പൊതുജനങ്ങൾക്കും പ്രവചന മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരമുണ്ട്. ഒറ്റപ്പാലം അർബൻ ബാങ്കിലെ ജീവനക്കാർ, ഭരണസമിതി അംഗങ്ങൾ എന്നിവർക്കോ അവരുടെ കുടുംബാംഗങ്ങൾക്കോ മത്സരത്തിൽ പങ്കെടുക്കാൻ പാടുള്ളതല്ല. ബാങ്കിൽ നിന്നും ലഭിക്കുന്ന ഔദ്യോഗിക മുദ്ര പതിച്ച എൻട്രി ഫോമുകൾ മാത്രമേ നറുക്കെടുപ്പിന് പരിഗണിക്കുള്ളൂ. പകർപ്പുകൾ, ഫോട്ടോസ്റ്റാറ്റുകൾ എന്നിവ പരിഗണിക്കുന്നതല്ല. ലോകകപ്പ് ചരിത്രവുമായി ബന്ധപ്പെട്ട് ബാങ്കിന്റെ പരിധിയിലെ സ്കൂൾ കുട്ടികൾക്കായി ക്യൂസ് മത്സരവും സംഘടിപ്പിക്കുന്നുണ്ട്. ഒറ്റപ്പാലം കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് പ്രവർത്തിക്കുന്ന പ്രദേശത്തും ക്ലബ്ബുകളും യുവജനങ്ങളുമെല്ലാം കൂറ്റൻ ഫ്ലക്സ് ബോർഡുകളും പതാകകളുമെല്ലാം സ്ഥാപിച്ച് ലോകത്തെ ഫുട്ബോൾ പ്രേമികളോടൊപ്പം ചേർന്ന ദൃശ്യങ്ങളാണ് നാടെങ്ങും. ലോകകപ്പ് പോലൊരു മത്സരം നടക്കുന്ന സന്ദർഭത്തിൽ അതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക എന്നുദ്ദേശിച്ചാണ് ഒറ്റപ്പാലം കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലോകകപ്പിൽ വിജയിക്കുന്നവരുടെ പേരുകൾ നേരത്തെ തന്നെ പ്രവചിക്കാനുള്ളൊരു മത്സരം ആലോചിച്ചിട്ടുള്ളത്.
ഫൈനലിൽ മത്സരിക്കുന്ന 2 ടീമുകളുടെയും ഫൈനലിൽ വിജയിക്കുന്ന രാജ്യത്തിൻ്റെയും പേര് പ്രവചിക്കുക എന്നതാണ് മത്സരം. ബാങ്കിന് 9 ശാഖയാണ് നിലവിലുള്ളത്. ഈ 9 ശാഖകളിലും ചെന്നാൽ മത്സര കൂപ്പൺ ബാങ്കിൻ്റെ ശാഖയിൽ നിന്നും ലഭിക്കുന്നതാണ്. കൂപ്പൺ വാങ്ങി കൊണ്ടുപോയി ഉദ്ദേശിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബാങ്കിൻ്റെ മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള പെട്ടിയിൽ അത് പൂരിപ്പിച്ച് നിക്ഷേപിക്കാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നല്ല വായനയിലൂടെ ഉണ്ടാകുന്ന സംസ്കാരത്തിന് സമൂഹത്തിലെ അന്ധകാരത്തെ അകറ്റാൻ കഴിയുമെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ കെ സുധീർ. സമൂഹത്തിൽ മാറ്റമുണ്ടായിട്ടുള്ളത് വായനയും അതുവഴി ഉണ്ടായ സംസ്കാരവുമാണെന്നും കെ സുധീർ. എഴുത്തുകാരിലും വായനയിലും ആസ്വാദകരിലും കാലത്തിന്റെ മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിലും എഴുത്തിന്റെ ലോകത്തിലെ പൂർവിക സിംഹാസനങ്ങൾക്ക് ഇളക്കം തട്ടിയിട്ടില്ലെന്നും ജില്ലാ കളക്ടർ. വള്ളത്തോൾ ഗ്രാമപഞ്ചായത്തിൽ 3 വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമെന്നും അധികൃതർ. പ്രതിരോധ നടപടികളും നിരീക്ഷണവും ശക്തമാക്കി ആരോഗ്യവകുപ്പ്. ഫിഫ വേൾഡ് കപ്പ് വേളയിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയ KSEBയുടെ നടപടിക്കെതിരെ പാലക്കാട് DYFIയുടെ നേതൃത്വത്തിൽ KSEB ഓഫീസിനു മുന്നിൽ പന്ത് തട്ടി പ്രതിഷേധം. അപ്രഖ്യാപിത പവർ കട്ടിനെതിരെ പത്തിരിപ്പാലയിലും DYFI പ്രതിഷേധം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.